ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറസ്കയുടെ ഡേ ട്രേഡിംഗ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ മെയിനായിട്ട് എല്ലാ ദിവസവും നോക്കുന്ന പോലെ തന്നെ ഒരു ട്രേഡ് സെറ്റപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം, ഏതെല്ലാം രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഗ്ലോബലി ഉള്ള മൂവ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഏതെല്ലാം ഏരിയാസാണ് സപ്പോർട്ടായിട്ട്, അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട്, അതേപോലെ തന്നെ നമുക്ക് ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി അറിയാനുള്ള സോഫ്റ്റ്വെയർ ആയ ബുക്ക് മാപ്പൊക്കെ നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്, അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ നോക്കി അറിയാം, ലിക്വിഡിറ്റി മനസ്സിലാക്കുന്നത് തിക്കായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ റെഡ് കളറിൽ തിക്കായിട്ട് ലൈൻ പോലെ പോയേക്കുന്നതാണ് ഒരു പെൻഡിങ് ഓർഡേഴ്സ് ആയിട്ടുള്ള ലിക്വിഡിറ്റി വരുന്നത്. അതേപോലെ തന്നെ ഹയർ ലെവലിൽ ഏകദേശം $3000 അടുത്തുള്ള ഏരിയയിൽ ഏകദേശം നല്ല രീതിയിലുള്ള ഈ കാണുന്നതും ഒരു ലിക്വിഡിറ്റിയാണ്. ഏകദേശം 156 ലോട്ടോളം അവിടെ ലിക്വിഡിറ്റി ഉണ്ട്. നോർമലി ഒരു 90% മാർക്കറ്റിലൊക്കെ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും ആക്ഷൻസ് ഒക്കെ ഉണ്ടാവുക. അവിടേക്ക് മാർക്കറ്റ് ഈ ഒരു പ്രൈസിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ ചിലപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂഷൻ നടന്ന് അബ്സോർബൊക്കെ ചെയ്തിട്ട് മാർക്കറ്റ് മേ ബി ഒരു 90% ട്രേഡും റിവേഴ്സ് ട്രേഡാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് കിട്ടാറ്. അതേപോലെ തന്നെ ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റിൻ്റെ ഒരു മാനിപ്പുലേഷനാണ് മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അവിടെ എത്തിച്ചതിന് ശേഷം നടക്കുന്ന ആക്ടിവിറ്റീസിനനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്. അത്രയും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യാനാണ് നമ്മൾ ഓർഡർ ഫ്ലോ പോലുള്ള കൺഫർമേഷൻ എടുക്കുന്നതാണ് ഓർഡർ ഫ്ലോ പോലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ബിഗ് പ്ലേയേഴ്സ് എവിടെയാണ് ആക്ടിവിറ്റി ഉണ്ടായെന്ന് അറിയുന്നതിനായിട്ടാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ടൂൾസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്ലോബലി ഉള്ള ന്യൂസുകളാണ്. എന്തെല്ലാം ന്യൂസുകൾ ഇന്ന് ഗ്ലോബലി ഉണ്ട്, നമുക്ക് നമ്മൾ ചെയ്യുന്ന പെയറിനെ ബാധിക്കുന്ന ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഗോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ MyFX ബുക്കാണ് നോക്കാറ്. നിങ്ങളൊരു പ്രൊഫൈം ട്രേഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഫോറക്സ് ഫാക്ടറി നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കമ്പനികളെല്ലാം ഹൈ ഇമ്പാക്ട് ന്യൂസ് ഡിസൈഡ് ചെയ്യുന്നത്. ചില ഹൈ ഇമ്പാക്ട് ന്യൂസൊക്കെ ഇതിൽ വരുന്നത് അതിൽ വരാറില്ല. അപ്പോൾ ഇതിൽ ലോ ആയിട്ട് കാണിക്കുന്നത് ഫോറക്സ് ഫാക്ടറിയിൽ ഹൈ ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അത്രയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മെയിൻലി അത് ഫോറക്സ് ഫാക്ടറി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫോറക്സ് ഫാക്ടറി ട്രൈ ചെയ്യുന്നതായിരിക്കും ഒരു ഫണ്ടഡ് ട്രേഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുക. നമുക്ക് ഇത് ഫണ്ടേ തുടങ്ങി ഉപയോഗിച്ചതുകൊണ്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ന്യൂസ് 7 മണിക്ക് ന്യൂസ് ഉണ്ട്, റീറ്റെയിൽ സെയിൽസിൻ്റെ ഗ്യാസ് ഓട്ടോസിൻ്റെ ഉണ്ട്, റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ന്യൂസായിട്ട് നമുക്ക് വരുന്നത്. ഇത്രയും ന്യൂസൊക്കെ വരുന്ന സമയത്ത് പരമാവധി ആ ഒരു സമയത്തുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് എത്ര സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ മൈൻഡ് കുറച്ച് അതിന് അക്സെപ്റ്റബിൾ ആകാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ലോഡ്സസ് ചിലപ്പോൾ ഓവറായിട്ട് ട്രേഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ SL വെക്കാണ്ട് ട്രേഡ് ചെയ്തേക്കാം. ചിലപ്പോൾ SL വച്ചാൽ തന്നെ SL എടുക്കാണ്ട് കാര്യങ്ങളിലേക്കൊക്കെ പോയേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ന്യൂസ് സമയത്ത് വരും. അതുകൊണ്ട് ആ ഒരു സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രെൻഡ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ട്രേഡ് ബോട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലൈവായിട്ടുള്ള ഗോൾഡിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കിട്ടും. അത് നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു ട്രെൻഡ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കി ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇത്ര നേരം കുറച്ച് നേരത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. നമുക്കിപ്പോൾ നോക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊരു പുട്ട് ഓപ്ഷൻ്റെ ഇതാണ്. പുട്ട് ഓപ്ഷനിലെ എല്ലാ ഇതും ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നിഫ്റ്റി പോലെ അത്രയും അഗ്രസീവ് ഒന്നും അല്ല. പക്ഷേ എന്നാലും നമുക്കൊരു ട്രെൻഡ് എന്താണെന്നുള്ള ചെറിയൊരു ഹിൻറ്റ് ഇവിടെ നിന്ന് നമുക്ക് മോർണിംഗ് സെഷനിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ മോർണിംഗിൽ പുട്ട് ഓപ്ഷൻ നോക്കുമ്പോൾ കുറച്ച് വീക്ക്നെസ് ആണ് പുട്ട് ഓപ്ഷനിൽ കാണുന്നത്. പുട്ട് ഓപ്ഷനിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2959 എന്ന് പറയുന്ന ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ്. നിങ്ങളെല്ലാവരും നോക്കാറ് CFD ആയിരിക്കും. ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യാറ് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2959 ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു 2960 കുറച്ച് പുട്ട് ഓപ്ഷൻ വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അവിടെ ബുള്ളിഷ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 60 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് അവിടെ പുട്ട് ഓപ്ഷൻ കുറച്ച് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് അവിടെ നിന്ന് റിവേഴ്സൽ വരാനുള്ള ഒരു ടെൻഡൻസിയാണ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത്. ഈ ഒരു ഹയർ ലെവലിൽ നിന്ന് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു റിവേഴ്സൽ പാറ്റേൺ ആയിരിക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ട്രെൻഡ് ബുള്ളിഷ് തന്നെയാണ്. അതേപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ബുള്ളിഷ് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. നല്ല അത്യാവശ്യം 3000 എന്ന് പറയുന്ന ഡോളർ പ്രൈസിൽ നല്ല രീതിയിലുള്ള സ്ട്രോങ് ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളൊരു മൈൻഡ് സെറ്റ് ചെയ്യുക, ബുള്ളിഷ് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യുക. ഇൻ കേസ് ഒരു സപ്പോർട്ട് ഒരു ലോ ബ്രേക്ക് ചെയ്ത് വന്നാൽ എവിടെ വരെ വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കിയാൽ 2915 എന്ന് പറയുന്ന അത്യാവശ്യം ലോവർ ലെവൽ 2915 എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ ആയി. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൈയിങ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്ടിവിറ്റി വന്നേക്കുന്ന ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. എല്ലാം പ്രോബബിലിറ്റിയാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. അതിന് നമുക്ക് മറ്റ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയിട്ടാണ് ട്രേഡിംഗ് ആക്ടിവിറ്റിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നടക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ലിക്വിഡിറ്റീസ് നമ്മൾ നോട്ട് ചെയ്യുക. ഇന്നലെ ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് നമുക്കൊരു ഷോർട്ട് സെല്ലിംഗ് കിട്ടി. അതിനുശേഷം റിവേഴ്സും നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് അക്സെപ്റ്റബിൾ ചെയ്യുന്ന പ്രൈസുകൾ കിട്ടിയിരുന്നു. നമ്മൾ
അതിനുശേഷം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറ് വോളിയം പ്രൊഫൈൽ ടൂൾസാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതിന് മാക്രോ പ്രൊഫൈൽസാണ് യൂസ് ചെയ്യാറ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ടുള്ള ഒന്നാണ്. അതിന് നമുക്ക് എല്ലാ ഇതിൻ്റെയും കൺഫർമേഷൻ എടുക്കുന്നത് ഓർഡർ ഫ്ലോ ആണ്. ഓർഡർ ഫ്ലോയ്ക്ക് നമുക്ക് നിങ്ങൾ പഠിച്ച് വീഡിയോസ് കണ്ടേക്കുന്ന പോലെ ഡെൽറ്റ കൂടുതൽ കണ്ടുകൊണ്ട് സെല്ല് എടുക്കാനോ ബൈ എടുക്കാനോ ഒന്നുമല്ല. നമുക്ക് എപ്പോഴും ഒരു ഓർഡർ ഫ്ലോയും അതായത് ബുക്ക് മാപ്പും നമുക്ക് ലോവർ ലെവലിൽ നിന്ന് എൻട്രിയും ഹയർ ലെവലിൽ സെല്ലിങ് ആക്ടിവിറ്റിയാണ് നമുക്ക് നോർമലി കിട്ടാറ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്കിപ്പോൾ ഈ കാണുന്നത് ഒരു വോളിയം പ്രൊഫൈൽ സെഷൻ ബേസ് ചെയ്തിട്ടുള്ള വോളിയം പ്രൊഫൈലാണ്. അപ്പോൾ ആ സെഷൻസിൻ്റെ എവിടെയെല്ലാം നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയറിയാം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രേഡ് എടുക്കാനല്ല, നമുക്ക് അവിടെ വരുമ്പോൾ എന്താണ് നടക്കണേന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം. ഭയങ്കരമായിട്ടുള്ള ഒരു സെല്ലാണ് വരുന്നതെങ്കിൽ നമ്മൾ ചാടി കയറി അവിടെ ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഫോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫോളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിങ്ങളൊക്കെ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് പെട്ടുപോകണതൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്, ഡെൽറ്റയും നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈയിങ് ആക്ടിവിറ്റി നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം ഈ ഒരു ലോവർ ലെവലിൽ നല്ല റിവേഴ്സ് പാറ്റേൺ വരുന്ന സ്ഥലത്ത് നമുക്ക് എൻട്രി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ലിമിറ്റ് ഓർഡറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമൊക്കെ പ്ലാൻ ചെയ്യാം. അതേ കണക്ക് നമുക്ക് ഇനിയിപ്പോൾ വീക്കിലിയും കൂടി നമുക്ക് നോക്കാം. വീക്കിലി പ്രൊഫൈലിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. വീക്കിലി നമുക്ക് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് വീക്കിലിയിൽ കാണിക്കുന്നത്. വേറെ നമുക്ക് നെഗറ്റിവിറ്റി ഒന്നും ഈ ഒരു ടൈം വരെയില്ല. നമുക്കൊരു നെഗറ്റിവിറ്റി വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 2925 കുറച്ച് താഴെയാണ് ആ ഒരു പ്രൈസ്. കാരണം ഇത്ര ഏരിയയിൽ നല്ല തിക്കായിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഇത്ര ഏരിയയിൽ നല്ല തിക്കായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വോളിയം പ്രൊഫൈൽ പഠിക്കണമെന്നൊന്നുമില്ല. ഇത്ര ഏരിയയിലാണ് വീക്ക്ലി പ്രൊഫൈലിൽ സപ്പോർട്ട് വന്നേക്കുന്നത്. അവിടെയാണ് 80% ട്രേഡ് നടന്നേക്കുന്നത്. അതിലും ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്നത് POC 2943 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഇവിടേക്ക് ഒരു ചെറിയ സപ്പോർട്ട്സ് ഒക്കെ എടുക്കാനും സാധ്യതയുണ്ട്. 2940 ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2930. ഈ 2930 ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്കൊരു ഇച്ചിരി പാടായിരിക്കും മാർക്കറ്റിന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കധികം വോളിയം ഡെവലപ്മെൻറ്റ് ഈ ഒരു ഏരിയ തുടങ്ങി ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, വോളിയത്തിന് യാതൊരു തിക്നെസ്സും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീക്ക്നെസ് ഉണ്ടായാൽ, ഇവിടെ ഈ ഒരു ഏരിയയിൽ വീക്ക്നെസ് ഉണ്ടായാൽ മാർക്കറ്റ് ഒരു 90% നമ്മൾ ഈ കാണുന്ന അടുത്ത സപ്പോർട്ട്സ് അത്യാവശ്യം നല്ല വോളിയം ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നോക്കിയറിയാം, ഇവിടെ അധികം തിക്നെസ് ഇല്ല മാർക്കറ്റ് ഒരു ഫ്ലാഷ് മൂവ് പോലെ പയ്യെ ട്രേഡ് ചെയ്ത് പോയേക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെയാണ് അത്യാവശ്യം നല്ല ട്രേഡിംഗ് ആക്ടിവിറ്റി വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഒരു ഡൗൺ ട്രെൻഡ് വന്നാൽ മാർക്കറ്റിന് പിന്നെ ഒരു സപ്പോർട്ട് സോണായിട്ട് വരിക ഈ ഒരു റേഞ്ച്. പിന്നെ അത്യാവശ്യം നല്ല ട്രേഡ് നടന്നേക്കുന്നത് ഈ ആക്ടിവിറ്റിയൊക്കെ നടന്ന റേഞ്ചായിരിക്കും. അതായത് അത്യാവശ്യം നമുക്ക് ലോവർ ലെവലിലും മാർക്കറ്റ് ഇത്രയും ഏരിയയാണ് 2885 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചൊക്കെയാണ് പിന്നെ ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നാൽ ഒരു 90% ഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേ കണക്ക് നമുക്ക് 3000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും റേഞ്ചുകളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. എപ്പോഴും മോർണിംഗ് സെക്ഷനിൽ ചിലപ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈവനിങ് സെഷൻ ന്യൂയോർക്ക് സെഷനിൽ പ്രീ മാർക്കറ്റ് ന്യൂയോർക്കിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ബുക്ക് മാപ്പ് അതേപോലെ ഓർഡർ ഫ്ലോ ഒക്കെ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ, അതിന് ബേസിക്സ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡേലിൻ്റെ ഒക്കെ വീഡിയോ കാണാം. അതേപോലെ തന്നെ ബുക്ക് മാപ്പ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ബുക്ക് മാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് ഇപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഇന്നിപ്പോൾ ഗ്ലോബലി ഉള്ള ഒരു ട്രെൻഡ് നെഗറ്റിവിറ്റിയാണ്. നിഫ്റ്റി എല്ലാം 168 പോയിൻറ്റ് നെഗറ്റീവിലാണ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും നിഫ്റ്റിക്കൊന്നും വേറെ ഒരു സപ്പോർട്ട് സോണൊന്നും പ്രത്യേകിച്ച് 21,000 വരാനുള്ള ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ 21,000 വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നോക്കി ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഹാപ്പി ട്രേഡിംഗ്.